ബിഗ് ബോസ് മലയാളം സീസൺ 6 പൂട്ട് വീഴാൻ പോവുകയാണോ? കാരണം ഹൈക്കോടതിയിൽ നിന്നും ബിഗ് ബോസ് ഷോ പൂട്ടിക്കെട്ടണം, നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ വരാൻ പോവുകയാണോ? ഓർഡർ വന്നു. പ്രശ്നം ഭയങ്കരമായി രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യും, എന്താണ് സംഭവം അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസിനെ കുറിച്ച്. ലാലേട്ടനെതിരെയും ഏഷ്യനെറ്റിനും എൻ്റെ മോളിനും ഒക്കെ എതിരെ ഇപ്പോൾ കേസുകൾ 1, 2 ടപ്പേ എന്ന് പറഞ്ഞാണെങ്കിൽ ഒന്നൊന്ന് വീതം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആയിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 നടന്ന സിജോയുടെയും റോക്കിയുടെയും ആക്രമണം ഷൂട്ട് ചെയ്ത് TV-യിൽ ടെലികാസ്റ്റ് ചെയ്ത് വിത്തൗട്ട് ഡിസ്ക്ലെയിമറിൽ ആഡിന് വേണ്ടിയിട്ട്, അതായത് പ്രൊമോയും എപ്പിസോഡിൽ മൊത്തം കാണിച്ച് ഷോയുടെ ലാഭത്തിന് വേണ്ടി മാത്രം അങ്ങനെ കാണിച്ചു, വയലൻസ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിക്കാനായിട്ട് പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫർദർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെന്ന് എന്താണ് കാര്യം. ഈ കൂട്ടത്തിലാണ് അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് ഷോയ്ക്ക് അകത്തേക്ക് പോകുന്നതും LGBTQ-നെതിരെ പരാമർശങ്ങൾ നടത്തുന്നതും. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നം ഇരിക്കുകയാണ്. ഇപ്പം കമ്മ്യൂണിറ്റി അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി വന്നുകൊണ്ട് അഭിഷേകിനെതിരെ, അഭിഷേക് കയറുന്നതിന് മുന്നേ പോലും അഭിഷേകിനെ കയറാതിരിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിരുന്നു, നമ്മൾ കണ്ടിരുന്നു. അഭിഷേക് ഷോയ്ക്ക് അകത്ത് കയറിയതിന് ശേഷം ഇവനെ പുറത്താക്കണം, ഇവനെ ഇമ്മീഡിയറ്റ് റിജക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മുൻ മത്സരാർത്ഥികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകൾ, എല്ലാവരും രംഗത്ത് ഇവനെ വെളിയിലാക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് അഭിഷേക് ജയദീപിനെതിരെ ഒരു പരാമർശം നടത്തിയെന്ന് അഭിഷേക് ഒരു വേർഡ് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തി. അപ്പോൾ എല്ലാം കൊണ്ടും ആകെ മൊത്തം പുലിവാലായിരിക്കുന്ന ഈ സംഭവങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഇതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഷോ ഉൾപ്പെടെ, ഇവനെ പുറത്താക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഷോ ഉൾപ്പെടെ പൂട്ടിക്കണം എന്നുള്ള അർത്ഥത്തോടു കൂടിയാണോ ഈ സംഭവം നടക്കാൻ പോകുന്നത്? കാരണം പോസ്റ്റുകൾ ചാനൽ, നമ്മുടെ എന്താ പറയുക, ന്യൂസൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന ചാനൽസിലെല്ലാം തന്നെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. കാരണം ബിഗ് ബോസിനെതിരെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് പോസ്റ്റുകൾ പറയുന്നത്. നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ബിഗ് ബോസ് നിർത്തിവെപ്പിക്കാം, മോഹൻലാലിനും ഹൈക്കോടതി നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ TV-യുടെ ഒരു ഇതാണ് സാധനം, ഒറിജിനൽ സാധനമാണ്, ഞാൻ കണ്ടതാണ് അവരുടെ പേജിൽ. ഇതാണ്. അപ്പം ബിഗ് ബോസ് ഷോയെ കുറിച്ചിട്ട് നിയമവിരുദ്ധത, ഷോയ്ക്കകത്ത് എന്തെങ്കിലും നിയമവിരുദ്ധത കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുതിരുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കറിയാം, അഭിഷേക് ശ്രീകുമാർ കമ്മ്യൂണിറ്റിക്കെതിരെ പറയുന്ന പല കാര്യങ്ങൾ, LGBTQ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പം നമ്മുടെ എപ്പിസോഡിൽ അത് എയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താഴെ എഴുതി കാണിക്കും, ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ അല്ല, ഇതിനകത്ത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇവർ പറയുന്നത്, നമ്മൾ ആരും പറഞ്ഞ് പറയിപ്പിക്കുന്നതോ വേറെ കാര്യങ്ങളോ ഒന്നുമല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ, ഇങ്ങനൊരു കമ്മ്യൂണിറ്റി അവഹേളിക്കാമോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഭയങ്കരമായ പ്രശ്നമായതുകൊണ്ട് കൂടിയിട്ടാണ് ലാലേട്ടൻ മെനിഞ്ഞാന്ന് വന്നിട്ട് ഒരു യെല്ലോ കാർഡ്, ഒരു സ്ട്രൈക്ക് കാർഡ് ആർക്ക് കൊടുത്തത്? അഭിഷേക് ശ്രീകുമാറിന് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം പ്രശ്നം ഇങ്ങനെ ആദ്യം പറഞ്ഞ പോലെ, ആദ്യം നമ്മുടെ ആദർശോ എന്തായിരുന്നു പേര്, ഞാൻ മറന്നുപോയി, വക്കീൽ കൊടുത്തിരുന്ന ഈ ഒരു പറയുന്ന സിജോ റോക്കി പ്രശ്നം, അത് ഇതുവരെ ഒരു അന്തോ കൊന്തോ ആ കേസിലായിട്ടില്ല. കാരണം സിജോ ഇപ്പോഴും വയ്യാതെ കിടക്കുവാണ്, റോക്കി ഇപ്പോഴും പുറത്ത് നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു കേസ് നടന്നിട്ടില്ല ഇതുവരെയും. അപ്പം നോർമലി ആ ഒരു കേസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സംഭവം ഒരു ഷോയ്ക്ക് അകത്തായിക്കോട്ടെ എന്തിനകത്തായി കഴിഞ്ഞാൽ പോലീസ് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ളതാണ്. പക്ഷേ പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് താനിങ്ങനെ കേസ് ഹൈക്കോടതിക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ മിനിസ്ട്രിക്ക് ഒക്കെ, ഇന്ത്യയിലെ പിടിപാടിൽ വരെ അയച്ചിട്ടുണ്ട്. ഒരുപാട് പേരിലേക്ക് കേസുകൾ എത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന അഡ്വക്കേറ്റ് ആദർശ് എന്നാണെന്ന് തോന്നുന്നു പേര്, ആദർശ് എത്തിച്ചിട്ട്. അപ്പം അതെല്ലാം ആ പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം കൂടെ ബിഗ് ബോസ് 6 ആകെ കൂടെ കഷ്ടകാലം പിടിച്ചിരിക്കുകയാണ്. ഷോ നിർത്തുമോ ഇല്ലയോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സംഭവം ഇതാണ് സംഭവം. ഇതിനകത്ത് അന്വേഷിക്കാനായിട്ട് ഏർപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ കാണുന്ന TV-യിൽ 1.5 മണിക്കൂർ കാണുന്ന ഈ സംഭവത്തിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സംഭവം പ്രൊഡക്ഷൻ ചെയ്യുന്നത് എൻഡമോൾ ഷൈനിൻ്റെയും ബനീജയും ഒക്കെയാണ്. ഇതെന്ന് നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയ കമ്പനികളാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഷോ
അല്ലെങ്കിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന മലയാളികൾ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളം പതിപ്പായിട്ട് ഇറക്കുന്ന ബിഗ് ബ്രദറിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പിൻ്റെ മലയാളം വെർഷൻ എന്ന് പറയുമ്പോൾ അത് നിസാര സംഭവമല്ല. അത് അത്രത്തോളം അതിനകത്ത് എന്തെല്ലാം പറയുന്നോ ഏതെല്ലാം ചെയ്യുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അവർ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഷോ അവർ ഇറക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഷോ ഇറക്കുമ്പോൾ അതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് അന്വേഷണങ്ങളെല്ലാം തള്ളിപ്പോവും. ഇതെല്ലാം ബിഗ് ബോസിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. മലയാളത്തിൽ മാത്രമല്ല ബിഗ് ബോസ് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ, ഇതിൻ്റെ അപ്പുറത്തെ സംഭവങ്ങൾ ഹിന്ദി ബിഗ് ബോസ് സീസൺ 17 അടിച്ചു ചേപ്പാക്കുറ്റി നോക്കി അടിച്ച് പൊട്ടിച്ചു അഭിഷേക്. അപ്പം അഭിഷേക് ഹിന്ദി ബിഗ് ബോസ് സീസൺ 17 ഇപ്പം കഴിഞ്ഞാൽ അപ്പോൾ അതുപോലത്തെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ എടുത്തു വെച്ച് കണ്ടു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും മലയാള ബിഗ് ബോസിനകത്ത് എന്താണ് നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടന്നത്. കമ്മ്യൂണിറ്റി അവഹേളിക്കുന്നവർ, രാഷ്ട്രീയ പ്രവർത്തകരകത്ത് കൊണ്ടുവന്നിട്ട് തമ്മിൽ തല്ലിപ്പിച്ചിട്ടുണ്ട്, അറിയാമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് പേര് എൻ്റെ ചോദിക്കുന്നുണ്ട്, ഈ പോസ്റ്റുകൾ അയക്കുന്നുണ്ട്, കോളുകൾ പല ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വാസ്തവം. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതിൽ ഒരു അന്തവും കുന്തവും ആയിട്ടില്ല. സാധനം എങ്ങനെ നിൽക്കാൻ, പക്ഷേ സാധനം സ്ട്രോങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആണ്. ഇത്തിരി സ്ട്രോങ് തന്നെയാണ് ബിഗ് ബോസ് 6ൻ്റെ കാര്യം. സ്ട്രോങ് തന്നെയാണ്, ഈ പറയുന്ന കേസ് സ്ട്രോങ് തന്നെയാണ്. അതേസമയം ഈ പറയുന്ന എൻഡമോൾ ഷൈനും അല്ലെങ്കിൽ ബനീജയും അവരും സ്ട്രോങ് ആണ്. കാരണം അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനം ആപ്പ സാധനം അല്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. അതിൻ്റെ മലയാളം പതിപ്പാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം. അപ്പം ഈ പറയുന്ന കേസ് വരുമ്പോഴത്തേക്കും ലാലേട്ടനെതിരെയും എൻഡമോളിനെതിരെയും ബനീജയ്ക്കെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും ഒക്കെ വരും. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ അതിൻ്റെ സെക്കൻഡറി ഫാക്ടറാണ്. പക്ഷേ അതിൻ്റെ മെയിനായിട്ട് വരുന്ന സാധനം ഇതിനകത്ത് നിയമവിരുദ്ധത നടന്നോ ഇല്ലയോ, അതിൻ്റെ അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത്. ഒരുപാട് പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ബിഗ് ബോസിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംപ്രേക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. പരിപാടിയിൽ ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധത ഉണ്ടോ എന്ന് പരിശോധിക്കും. ലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാർ വ്യക്തമാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളാണ് ഇങ്ങനെ വരുന്നത്. കുറേയൊക്കെ ആളുകൾ വെറുതെ ഇടുന്നത് കൊണ്ട്, കുറേയൊക്കെ ഉള്ള കാര്യം ഇടുന്നത് കൊണ്ട്. വേറെ ഒരെണ്ണം ഞാൻ കണ്ടതാണ്, അതൊന്ന് വായിച്ചു തരാം. ബിഗ് ബോസ് മലയാളം വിദ്വേഷ പ്രസംഗത്തിനും ഷോയിലെ ഒരു മത്സരാർത്ഥിയുടെ LGBTQIA+ വിരുദ്ധ പരാമർശങ്ങൾക്കും ഷോയ്ക്കെതിരെ ദിശ കേരള പരാതി നൽകിയതിനെ തുടർന്ന് വീണ്ടും വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. പരിപാടിയിൽ ശാരീരിക പീഡനം നടന്നുവന്ന പരാതിയെ തുടർന്നാണ് സംപ്രേഷണ ചട്ടങ്ങളുടെയും ഉപദേശങ്ങളുടെയും ലംഘനങ്ങൾ പരിഹരിക്കാൻ ഇൻഫർമേറ്റീവ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയ സെക്രട്ടറിയോട് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചത്. മോഹൻലാലിൻ്റെ ഷോ വാക്കിൽ മാത്രമാണോ പ്രവൃത്തിയല്ല പുരോഗമനപരമാണ്? എന്തോ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാൻ വായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്. ഏത് ലെവലിലോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ ചെന്നൈ ബിഗ് ബോസ് ചെന്നൈ സെറ്റിൽ വെച്ച് നടത്താൻ തുടങ്ങിയ നമ്മുടെ മലയാളം ബിഗ് ബോസുള്ള രാശി എന്തായാലും അടിപൊളി, എടുത്ത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അപ്പം ഞാൻ ഇന്ന് രാത്രി അടുത്ത എപ്പിസോഡ് ഇതുമായിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു അർജൻറ്റ് കേസിനുണ്ടെന്ന് അറിയിക്കാമെന്ന്. നിങ്ങൾ ബേജാറാവണ്ട, സമാധാനമായിട്ടിരിക്കൂ. എന്തെങ്കിലും ഒരു തീർപ്പാവട്ടെ, നമുക്ക് എൻജോയ് ചെയ്ത് ഇപ്പം നമുക്ക് ഷോ കാണാം. ഷോ എൻജോയ് ചെയ്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എന്താകും എന്നുള്ളത് ഞാൻ അറിയുവാണെങ്കിൽ വഴിയെ നിങ്ങൾ അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിനെ വിശ്വാസമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.